ഫൈനലായി പറയട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. റിവേഴ്സ് വാട്ടർഫാൾ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെ അപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു എപ്പിസോഡാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ സിന്ധുഗുഡ് ജില്ലയിലെ ഒരു തെക്കൻ കൊങ്കൺ ഡിവിഷൻ ഉണ്ട്. അവിടെയുള്ള അംബോലി വാട്ടർഫാളിൻ്റെ അവിടെ ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ വാട്ടർഫാളിൻ്റെ ഈ കാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാവലറിൽ കയറുകയാണ്. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ട്. ഇനി ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടണം നമ്മൾ. ഇപ്പം നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹോട്ടലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് നമുക്കിങ്ങനെ വിശദമായിട്ട് കാണാം. സ്വാഗത് ഹോട്ടലാണ്. ഇവിടെ അംബോലി ദോശ എന്നൊരു സംഭവമുണ്ട്. അത് കഴിക്കാനാണ് പോകുന്നത്. അത്യാവശ്യം നല്ല കോടുണ്ട്. നല്ല സൂപ്പർ വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാലാവസ്ഥ. ഈ സ്വാഗത ഹോട്ടലിൽ കയറാൻ പോവാണ്. ഇവിടെ അംബോളി ദോശ എന്നൊരു സംഭവം, അത് കഴിക്കാൻ പോവാണ്. ഇവിടെ കുറേ ഇല ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ സംഭവം മല്ലിച്ചപ്പ് പോലുണ്ട്. പക്ഷെ മല്ലിച്ചപ്പല്ല, ഇത് മണവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ അംബോലി ദോശ. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പം ഞാനൊന്ന് വീണ്ടും പുറത്തിറങ്ങിയതാണ്, പുറത്തെ ഭംഗിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഡ്രൈവറും പിന്നെ ഒരു ബന്ധുക്കാരനാണ്. നമ്മൾ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. റിവേഴ്സ് വാട്ടർഫാളാണ് നമ്മളിനി അടുത്ത ലൊക്കേഷൻ കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് പുഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഒരു ചെക്കിങ് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഡ്രൈവർ ടിക്കറ്റിന് കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് സംഭവം. ആകെ ഒരാൾക്ക് 5 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീതി പറഞ്ഞ റോഡാണ്. ആ റോഡിൽ കൂടി അങ്ങനെ പോകണം. ഇവിടെ ഡ്രൈവർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം 5 മണി കഴിഞ്ഞാലൊന്നും ഇതിലേ പോകാൻ പറ്റില്ല. പലവിധ മൃഗങ്ങളിറങ്ങും. അതുപോലെ കുറേ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു പ്രത്യേക തരം ചെടിയാണ്. ഈ ഒരു സീസണിലാണ് ഇതിവിടെ ഉണ്ടാകുക. അതൊരു വെറുതെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി വണ്ടി എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പുറത്ത് പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ വണ്ടിയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഈ ഒരു സീസണിലാണ് ഇവിടെ ഉണ്ടാകുക എന്ന് പറഞ്ഞു ഇദ്ദേഹം. ഇപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാണ്. ഇവിടെ അത്യാവശ്യം കണ്ടമാനം വണ്ടികളുണ്ട്. കംപ്ലീറ്റ് കോട നിറഞ്ഞിട്ട് ഇവിടെ ആകെ തിരക്കായി നിൽക്കുകയാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങനെ നടന്നു പോകണം. ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് റിവേഴ്സ് വാട്ടർഫാൾ എന്നാണ് സംഭവം ഉള്ളത്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയയാണ്. അധികം നടക്കാനൊന്നുമില്ല. ഇവിടുന്ന് ഈ ഒരു വെട്ടുകല്ല് വെച്ച്, ഇവിടുത്തെ വെട്ടുകല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള വെട്ടുകല്ലാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ വെട്ടുകല്ല് ഒന്നിന് 40 രൂപൻ്റെ അടുത്തുണ്ട്. നല്ല സൂപ്പർ കല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ വെട്ടുകല്ല് പാകി അതിൽ കൂടി അങ്ങനെ നടന്നു പോകണം. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കടകളുണ്ട്. ഒക്കെ ഈ ഓലയും പുല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല പഴയ കാലത്തുള്ള സംഭവമാണ്. ഇവിടെ ഈ ഒരു ടൂറിസ്റ്റേഴ്സ് വരുമ്പോഴുള്ളൊരു കച്ചവടം മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം. മഴ കുറവാണ്. മഴ ഉണ്ടെങ്കിൽ അത്യാവശ്യം പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാനൊരു മഴക്കോട്ട് ഇട്ടിരിക്കുകയാണ്. ക്യാമറയൊക്കെ ഏകദേശം നനഞ്ഞ് കുളിർക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല. ഒരു മൂടലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പൊതുവെ.
അപ്പോൾ ഇതാണ് സംഭവം, അതിൻ്റെ മെയിൻ ഭാഗം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് താഴെ നിൽക്കുന്ന ഭാഗമാണ്. ഞാൻ നിൽക്കുന്ന ഭാഗമാണ് ഉയരത്തിലുള്ളത്. ഇവിടുന്ന് പിന്നെ വെള്ളം അങ്ങോട്ടേക്ക് താഴേക്ക് ഒലിക്കുന്ന സമയത്ത് അവിടെ ഒരു കൊല്ലി പോലത്തെ ഒരു ഭാഗമാണ്. അത് ചില ഇപ്പോൾ കോടയായിട്ട് ഒന്നായിട്ട് മൂടി നിൽക്കുകയാണ്. കോട ഇല്ലാത്ത സമയത്ത് കാണാം. ഈ വെള്ളം ഇങ്ങോട്ടേക്ക് ചാടുന്ന സമയത്ത് കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര പ്രഷറിൽ കാറ്റടിക്കുകയാണ്. അപ്പോൾ ആ കാറ്റുകൊണ്ട് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് റിവേഴ്സായി വരികയാണ്. അപ്പോൾ റിവേഴ്സായി വരുന്ന സമയത്ത് ആ വെള്ളം ഇങ്ങനെ അങ്ങോട്ടേക്ക് മഴ പോലെ ഇങ്ങനെ നമ്മളെ മേലേക്ക് ഇങ്ങനെ തെറിക്കും. ചില സമയത്ത് നല്ല ഇതൊക്കെ ഇപ്പോൾ മഴയല്ല, സംഭവം റിവേഴ്സിൽ വെള്ളം ഇങ്ങോട്ട് വരുന്നതാണ് കാറ്റിൻ്റെ പ്രഷറുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇപ്പോൾ ഇങ്ങനെ കോടോട്ട് മൂടി നിൽക്കുകയാണ്. ചില 2-3 സെക്കൻഡ് സമയത്ത് ചില സമയത്ത് ഇതിട്ട് മാറലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തുമ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് നേരത്തെ ഇവിടെ കംപ്ലീറ്റ് ഒന്ന് കോടയൊക്കെ പോയിരുന്നു. ആ സമയത്ത് എനിക്ക് ക്യാമറ ഓണാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഒരു എത്തുന്ന സമയത്ത് നമുക്ക് കാണാം, ഇതിൻ്റെ വലിയൊരു കൊല്ലിയാണ്. ഇതിൻ്റെ മറ്റേ ഭാഗത്തും മലണ്ട്, ഈ ഒരു ഭാഗത്തും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് വരുന്ന വെള്ളമാണ് ഇതിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാറ്റടിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് തള്ളുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ടല്ലേ, ഈ വെള്ളം തിരിച്ചിങ്ങോട്ട് കാറ്റുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കോട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലത്ത് വളരെ കുറഞ്ഞ വെള്ളമാണ് പോകുന്നത്. കണ്ടമാനം പ്രഷറിൽ പോകുന്ന വേറൊരു ഭാഗമുണ്ട്. അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഭാഗം നമുക്ക് കാണിച്ചു തരാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കോട കൊണ്ട് അങ്ങോട്ട് മൂടി നിൽക്കുകയാണ്. ഇതിലൊക്കെ പാസേജ് ഉണ്ട്, ഇതിലെങ്ങനെ നടന്നു പോകാം. കണ്ടില്ലേ, എത്രയോ താഴ്ചയിലാണിത് നിൽക്കുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ല, അതാണ് ഏറ്റവും കൂടുതൽ വെള്ളം ചാടുന്ന ഒരു ഭാഗമുള്ളത്. അത് വേറൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതല്ല, ഈ ഒരു വെള്ളമാണ് കണ്ടമാനം വെള്ളമുള്ള ഭാഗം. ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തേക്ക് ഒന്നായിട്ട് ചാടി പോവുകയാണ്. കണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം, ഈ ഒരു ഭാഗത്ത്. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ഒരു കയറ്റുണ്ട്, അതുവരെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. കണ്ടില്ലേ, ഇതാണ് വെള്ളം ചാടുന്ന ഭാഗമുള്ളത്. ഇപ്പം അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ കാറ്റുകൊണ്ട് അവിടെയുള്ള ചാടുന്ന വെള്ളം തിരിച്ച് ഇങ്ങോട്ട് റിവേഴ്സായിട്ട് ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്കൊരു മഴ പെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ടാകുക. അത്യാവശ്യം ഇങ്ങനെ ഒരു ഒറ്റി പോകുന്ന മോഡലിൽ, നല്ല കട്ടിയിൽ ഒറ്റി വരുന്ന മോഡലാണുള്ളത്. ഇതാണ് ആ വെള്ളം. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് ഒഴുകി പോവുകയാണ്. ഇതിലെങ്ങനെ വന്ന് ഇങ്ങനെ നേരെ പോയിട്ട് ഇതിലെ അങ്ങനെ അങ്ങോട്ടേക്ക് ചാടിയിട്ട് അതാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് അടിച്ച് വരുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് പല ഭാഗങ്ങളിലും അങ്ങനെ ഉണ്ട്. ആ ഒരു പാസേജിൽ കൂടി അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ പിന്നെ ഈ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കോട ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വ്യൂ കംപ്ലീറ്റ് ഒന്ന് കാണാം. ഇതാണ് കോട പോയിട്ടുള്ള ഭാഗങ്ങൾ. നേരത്തെ കംപ്ലീറ്റ് കോട കൊണ്ട് മൂടിയുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലേ. ആ ഒരു ഭാഗവും മലയാണ്, ഈ ഒരു ഭാഗവും മലയാണ്. ഇതിൻ്റെ സെൻട്രലാണ് ഈ ഇങ്ങനെ കൊല്ലി പോലെ നിൽക്കുന്നത്, കണ്ടില്ലേ. ഇപ്പം ഇത് വളരെ കുറഞ്ഞ സമയം മാത്രമുള്ളൂ ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോഴത്തേക്ക് കോട വന്നിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് വൈറ്റ് കളറായിട്ട് മൂടി നിൽക്കും. അങ്ങനെയാണ് ഇവിടെ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണട ധരിക്കാൻ പറ്റില്ല. കണ്ണിൻ്റെ മുകളിലേക്കൊക്കെ ഒന്നായിട്ട് വെള്ളം ധരിച്ചിട്ട് നമുക്ക് കാണൂല. അപ്പോൾ ഞാൻ കണ്ണട ഊരി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇപ്പം ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം തന്നെ ഇനി ഇത് വൈറ്റ് ആവും, കണ്ടില്ലേ. ഇപ്പോൾ വൈറ്റായി വന്ന് കംപ്ലീറ്റ് നേരത്തെ അതേപോലെ ആയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പം നേരത്തെ അതേപോലെ വീണ്ടും കംപ്ലീറ്റ് ഫുള്ള് വൈറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ ഒന്നും കാണില്ല, കണ്ടാൽ ആകാശം തോന്നും. അക്കോലത്തിലാണ് ഉള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതേപോലെ പഴയ പോലെ മാറി വരും. അങ്ങനെ കുറഞ്ഞ സമയത്തുള്ളത് ഉണ്ടാവുക. ഇപ്പോൾ മഴ പെയ്യല്ലത്, കംപ്ലീറ്റ് അവിടുന്ന് വെള്ളം തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നിട്ട് നമ്മുടെ മേലേക്ക് ഇങ്ങനെ ഒറ്റയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല സൂപ്പർ വൈബാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇവിടെ അത്ര തന്നെ ഉള്ളൂ. ഈ വെള്ളം ഇവിടുന്ന് വരും, അങ്ങോട്ടേക്ക് ചാടും, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും, പിന്നെ കോട പോവും. ഇതൊരു ജൂലൈയിലാണ് കൂടുതൽ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇങ്ങനെ ഇതുണ്ടാവാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ
ഇവിടെ സീസണല്ല, മഴ സീസണല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കംപ്ലീറ്റ് കാലിയായി കിടക്കുന്ന ഭാഗങ്ങളാണ്. ടൂറിസ്റ്റേഴ്സ് വരുന്ന സമയമാണ് ഈ ഒരു സമയം. അല്ലാത്ത സമയങ്ങളിൽ ഇവിടേക്ക് ടൂറിസ്റ്റേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഡ്രൈവറും. കാരണം ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഇവിടെയൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കുന്ന ഭാഗമാണ്. അല്ലാത്ത സമയത്ത് ആരും വരില്ല എന്ന് പറഞ്ഞു. ഇവിടെ കംപ്ലീറ്റ് മൂടിയിരിക്കുന്നു, നേരത്തെ പോലെ തന്നെ അയക്കുന്നുണ്ടല്ലേ. ഇനി ഇവിടുത്തെ വെള്ളം മെയിനായിട്ട് വരുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാരൊക്കെ അർമാദിക്കുന്നുണ്ട്. ഞാനങ്ങോട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് അധികം പോകുന്നില്ല. പെണ്ണുങ്ങളൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിക്കുന്നു. ഈ വെള്ളമാണ് നേരത്തെ കണ്ടിട്ടുള്ള ആ ഭാഗത്തേക്ക് അങ്ങനെ ഒഴുകി പോകുന്നത്. തിരിച്ചങ്ങനെ അങ്ങോട്ട് പോകും. ഈ ചെടിയാണ് ഞാൻ നേരത്തെ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ കണ്ടിരുന്ന ചെടി. ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പേരൊന്നും പുള്ളിക്കാരൻ അറിയില്ല എന്ന് പറഞ്ഞു ഡ്രൈവർക്ക്. ഇതിങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. കണ്ടാൽ നമ്മൾ വെച്ച് പിടിപ്പിച്ച പോലെ ഉണ്ട്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലുള്ള പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഘടകപ്രഭ നദിയുടെ പിന്നെ ഒരു കൈവഴിയാണ് ഈ ഹിരണ്യകേശി നദി. ആ ഒരു നദിയാണുള്ള വെള്ളമാണ് ഇപ്പം ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗ്രൂപ്പ് മെമ്പർമാരെ ഒരു ചെറിയ ഡാൻസ് കാണാം നമുക്ക്.
ഫൈനലായി പറയട്ടോ. തീരുമാനമായി പറഞ്ഞിട്ടാ കുറെ നേരം നോക്കും. മതി മതി മതി, അത് റെഡി. കട്ട് കട്ട്. ഇനി ഇവിടെ ഒരു സാധനം ഇല കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇട്ടാൽ റിവേഴ്സ് വരുന്നത് കാണാം നമുക്ക്. ഇദ്ദേഹം ഒരു ഇലൻ്റെ ഒരു ചെറിയ കെട്ടിടുന്നുണ്ടല്ലോ, അങ്ങനെ ഇട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് താഴോട്ട് പോകാതെ അങ്ങനെ മുകളിലേക്ക് കൂടി അങ്ങനെ വന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. അതാണ് റിവേഴ്സായിട്ട് അടിക്കുന്നത്. നല്ല സ്റ്റൈലില്ല കാണാൻ. ഇനി ഈ പുള്ളിക്കാരനൊന്നും ഇടുന്നുണ്ടോ, അങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ട് പോയിട്ട് ഭയങ്കര സ്പീഡിലാണത് വരിക. ഇതാണ് റിവേഴ്സ് സംഭവം അടിക്കുന്നത്. ഇപ്പൊക്കെ മൂടി നിൽക്കുക, കോട മൂടി നിൽക്കുകയാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു നിൽക്കുന്ന ഇതുണ്ടല്ലേ, ഇതിങ്ങനെ തിരിച്ചിങ്ങനെ വെള്ളം അടിക്കുന്നുണ്ടല്ലേ, കാറ്റുകൊണ്ട് വരുന്നതാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടാൽ മഴ പെയ്യാൻ തോന്നും, പക്ഷേ കുറച്ച് അപ്പുറത്തുള്ള വെള്ളം കാറ്റടിച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മഴക്കോട്ട് എന്തായാലും കരുതണം. കുട കരുതിയിട്ട് യാതൊരു കാര്യമില്ല, കുട അങ്ങനെ പാറിപ്പോവും. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വീണ്ടും കോട പോയിട്ടുണ്ട്, ക്ലിയറായി ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ വെള്ളം പിന്നെ അവിടുന്ന് ഒലിച്ചിറങ്ങുന്ന ഭാഗമാണ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് വരണം എല്ലാവരും. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഭാഗം വന്നിട്ടൊന്ന് കാണേണ്ടതാണ്. അത്രക്കും നല്ല സൂപ്പർ സ്ഥലമാണിത്. അപ്പം ഇനി നമ്മൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി നേരത്തെ പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് അങ്ങനെ നടന്നു പോകണം. ഇവിടെ നേരത്തെ കാണിച്ചില്ലേ വിട്ടേലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ എന്തൊക്കെ കുടുക്കയിലൊക്കെ ഇങ്ങനെ ഇവർ പാചകം ചെയ്യുന്നുണ്ട്. ഈ കാര്യമായിട്ട് കോണും നൂഡിൽസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഉണ്ട്, ഇത് കോണാണ്. പിന്നെ മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഒക്കെ ഇവിടെ ഉള്ള മാങ്ങ തന്നെയാണ്. ഈ ഒരു നാട്ടിലുള്ള മാങ്ങ തന്നെയാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ വാഹനം നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഇനി നമ്മൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ മെമ്പർമാരെയൊക്കെ ഒന്ന് കാത്തു നിൽക്കുകയാണ്. കണ്ടമാനം വാഹനങ്ങളുണ്ട്, ഒക്കെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണിയോട് അടുത്തെത്തിക്കുന്നത്. സൂര്യനൊന്നും കാണുന്നതന്നെയില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതിലാണ് അതിലേക്കുള്ള എൻട്രൻസ്, അങ്ങോട്ടേക്കുള്ള. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ അമ്പോലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ റിവേഴ്സ് വാട്ടർഫാൾ കാണാൻ എന്തായാലും വരണം എല്ലാവരും. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.